അടുത്ത ബിഗ് ബോസിൽ ഞങ്ങൾ കയറാൻ പോണേ. ആ കൊച്ചൊന്ന് സംസാരിച്ചോട്ടെ, കൊറേ നേരമായി അങ്കിളെ വിളിക്കും. ഒരാൾ സംസാരിക്കും. എനിക്ക് അനീഷങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ അത് കേക്കുന്നുണ്ടോ? ബിഗ് ബോസ് സീസൺ 7 ശരിക്കും ഏറ്റവും ക്ലിക്കായിട്ടുള്ള ഒരു കോംബോ എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പായിരുന്നു. അതായത് ഷാനവാസും അനീഷുമൊത്തുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ മാത്രമായിരുന്നു. ബാക്കിയെല്ലാം തന്നെ പക്ക വേസ്റ്റ് ആയിരുന്നു എന്ന് എടുത്ത് പറയേണ്ടത്. ഈ ഒരു കോംബോ എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഒരു എന്റർടൈനിങ് രീതിയായിരുന്നു ഷാനവാസും അനീഷും തമ്മിലുണ്ടായിരുന്ന ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്രണ്ട്ഷിപ്പ് ആയാലും അതോടൊപ്പം തന്നെ ഇടയ്ക്ക് വെച്ചുണ്ടാകുന്ന ആ ഒരു തർക്കങ്ങൾ വഴക്കുകളൊക്കെ തന്നെ ആയാലും ഒക്കെ തന്നെ അത് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും. അത് കട്ട് വീഡിയോസ് ഒക്കെ വരുമ്പോഴത്തേക്കും കാണാൻ നല്ല രസമായിരുന്നു. പക്ഷേ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞ ശേഷം എങ്ങനെയായി. പക്ഷെ അനീഷിനും ഷാനവാസിനോട് റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് അനീഷ് തന്നെ അവിടെ തുറന്നടിച്ച് പറഞ്ഞൊരു കാര്യം തന്നെ. പക്ഷേ ഷാനവാസിൻ്റെ കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. ഷാനവാസ് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനൊരു ഫ്രണ്ട്ഷിപ്പ് വച്ചിരിക്കുന്നത്, പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ടാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അനീഷും നേരെ തിരിച്ചായിരുന്നു. അനീഷിനെ അവിടെ വെച്ച് തന്നെ അനീഷ് വ്യക്തമാക്കിയതാണ്, എനിക്ക് ഷാനവാസുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പുറത്ത് പോയാലും ജീവിതകാലം മുഴുവൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ള തരത്തിൽ അനീഷ് പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ എന്തായാലും ഇവർ പുറത്തിറങ്ങിയതിന് ശേഷമായാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോസ് എല്ലാം തന്നെ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ല, അതൊരു റിയൽ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതായത് എയർപോർട്ടിൽ വന്ന ഉടൻ തന്നെ ഇവർ രണ്ടുപേരും വന്ന ഉടൻ തന്നെ ഷാനവാസിന് വേണ്ടി പ്രത്യേകം അറേഞ്ച് ചെയ്ത ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അനീഷ് അങ്ങോട്ട് ചെല്ലുകയും ഷാനവാസിനെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ വന്ന ഒരു വീഡിയോ, ഷാനവാസിനെ വീഡിയോ കോൾ ചെയ്യുന്ന ആ ഒരു, അതായത് ഈ ഒരു ഫാൻസുമായിട്ടുള്ള ആ ഒരു വീഡിയോ കോളിൽ തന്നെ അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഒരു വീഡിയോ കോൾ, അതിനിടയിലുണ്ടായ ഒരു സംസാരം, അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഒരു ലോഞ്ചിങ്, അടുത്ത റീലോഞ്ചിങ് ഉണ്ടാവുന്ന ആ ഒരു പ്രോഗ്രാമിൽ ഇവരെല്ലാവരും തന്നെ പങ്കെടുക്കുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ഷാനവാസ് തന്നെ ചില ഫോട്ടോസ് പുള്ളിയുടെ ഇൻസ്റ്റാ പേജിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനീഷ് മുത്ത് നിൽക്കുന്നത്, അനിമോള്, അതോടൊപ്പം തന്നെ നെവിനൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ബിഗ് ബോസ് ടീം ടോപ്പ് 5 വന്നവരെല്ലാവരും കൂടി ഒന്നും കൂടി ഒന്നിക്കുന്നു, അക്ബർ ഉൾപ്പെടെ. അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. പക്ഷെ എന്തായാലും ഈ ഷാനവാസ് അനീഷ് തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്നത് ശരിക്കും അനീഷിനെ ഇഷ്ടപ്പെടുന്നവർക്കും അതോടൊപ്പം തന്നെ ഷാനവാസിനെ ഇഷ്ടപ്പെടുന്നവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ നമ്മൾ എല്ലാ സീസണിലും കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അതിനുള്ളിൽ വെച്ച് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അടുപ്പമൊക്കെ ഉണ്ടായിരുന്ന പല വ്യക്തികളും പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും ഒരു തരത്തിലുമുള്ള ഒരു അടുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എവിടെയോ വെച്ച് കണ്ട പരിചയം പോലെ ഇങ്ങനെ മാറി നടക്കുന്നത് കാണാം. അതിൻ്റെ അകത്ത് ഭയങ്കര ഇതൊക്കെയായിരുന്നു. പല സീസണിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയി പോകുമോ ഇത് എന്ന് പലർക്കും സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അതുപോലെ ആകത്തില്ല ഇതെന്ന് നമുക്ക് കരുതാം. കാരണം അനീഷിനായാലും ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് ഷാനവാസിനോടുണ്ട്, ഷാനവാസിന് തിരിച്ചുമുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അത് പുറത്തിറങ്ങിയ ശേഷം ഷാനവാസ് അത് മനസ്സിലാക്കി കാണും, അനീഷിന് തന്നോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ചിലപ്പോൾ അകത്ത് ഗെയിമിന്റെ ഭാഗമായിട്ട് ഷാനവാസ് പലതരത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും പുറത്തിറങ്ങിയിട്ട് ഷാനവാസ് തീർച്ചയായിട്ടും അനീഷിനെ മനസ്സിലാക്കി കാണും, തന്നോടുള്ള ആ ഒരു ഇഷ്ടം, സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് പക്ക ജെനുവിനാണ് അനീഷിന് തന്നോടുള്ളത് എന്നുള്ളത് ഷാനവാസ് മനസ്സിലാക്കി കാണും. അതുകൊണ്ട് തന്നെ ഈ ഒരു കോംബോ അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ തുടർന്ന് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഈ സീസൺ 7 ആകെയുള്ള ഒരു പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുന്നത് ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയിരുന്നു എന്ന കാര്യം 100% അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് അപ്പോൾ വീടിനുള്ളിൽ വെച്ചും വീടിന് പുറത്തിറങ്ങിയതിന് ശേഷവും അത് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്ന് പറയുന്നത് എന്തുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.